ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റ് ഓഫ് കേരള. നമ്മളിപ്പോൾ മറയൂരിലെ പ്രശസ്തമായ ചന്ദന റെസിഡൻസിയിലാണ്. ഇവിടെ നിന്ന് ആഹാരം കഴിച്ചിട്ടുള്ള പലരും പറഞ്ഞു ഇവിടെ രുചികരമായ ഫുഡ് കിട്ടുമെന്ന്. ചിലപ്പോൾ മറയൂരിൻ്റെ ചില സ്പെഷ്യൽ സാധനങ്ങളും കിട്ടും. അന്വേഷിക്കാം. മറയൂരിനെ പറ്റിയിട്ടും ചന്ദന റെസിഡൻസിയുടെ ഫുഡിനെ പറ്റിയിട്ടൊക്കെ ഏറ്റവും അഭിപ്രായം പറയാൻ അനുയോജ്യൻ ഈ ചന്ദന റെസിഡൻസിയുടെ MD തന്നെയാണ് വിജയൻ സാറ്. നമ്മുടെ ഒപ്പം ഉണ്ട്. സാർ, മറയൂരിൻ്റെ പ്രത്യേകത എന്താ? മറയൂരിൻ്റെ പ്രത്യേകത മറയൂരിൽ നിന്ന് ഇപ്പോൾ അറിയപ്പെടുന്ന ഒരു വലിയ സ്ഥലമാണ്. ചന്ദനക്കാട് കൊണ്ടും അതിമനോഹരമായ എല്ലാം കൊണ്ടും നിറഞ്ഞ മനോഹരമായ ഒരു സ്ഥലമാണ് മറയൂർ. അതുപോലെ തന്നെ ചന്ദനക്കാട് കൊണ്ടാണോ ചന്ദന എന്നുള്ള പേര് വരാൻ കാരണം? അത് ഇവിടെ ചന്ദനം ഉള്ള ഒരു സ്ഥലമായതുകൊണ്ടാണ് ഞങ്ങൾ ഈ സ്ഥാപനത്തിനെല്ലാം ചന്ദന എന്ന് പേരിടാൻ കാരണം. അപ്പോൾ ഈ ചന്ദന ഈ മറയൂർ എന്ന് പറയുന്ന ഒരു ഫേമസ് ആണ്. അതുപോലെ മറയൂർ ശർക്കരയും അതുപോലെയാണ്. ഇവിടുത്തെ ശർക്കരയ്ക്ക് ഉപ്പ് രസമില്ല. നമ്മളതുകൊണ്ട് പായസം വെക്കുകയാണെങ്കിൽ പഞ്ചസാര ഉപയോഗിച്ച് പായസം വെക്കുന്ന മാതിരിയുള്ള ഒരു ടേസ്റ്റാണ്. ഈ മറയൂരിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു ടൂറിസ്റ്റ് ഏരിയയാണ്. അതെ. മൂന്നാറിൽ വരുന്ന ടൂറിസ്റ്റുകൾ, അല്ലെങ്കിൽ കൊടക്കനാൽ, ഊട്ടി ഭാഗങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ടൂറിസ്റ്റുകൾ, അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നവർ ഈ കാന്തല്ലൂർ, മറയൂർ ഭാഗങ്ങളിൽ കണ്ടിട്ടാണ് മൂന്നാറിലേക്ക് പോകുന്നത്. മൂന്നാറിൽ വരുന്നവർ അതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് ഈ മറയൂർ, അതുപോലെ ഒരു വൈൽഡ് ലൈഫ് സാഞ്ചുറി ചിന്നാറിലുണ്ട്. അവിടെ വന്യമൃഗങ്ങളെ കാണാം. അത് കഴിഞ്ഞാൽ ഒരു വെള്ളച്ചാട്ടങ്ങളുണ്ട്, പിന്നെ മുനിയറകളുണ്ട്. അങ്ങനെ കാന്തല്ലൂർ ആ ഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ ഇപ്പോൾ കാന്തല്ലൂരിന് പേര് പറയുന്നത് ന്യൂ മൂന്നാർ എന്നാണ്. അതായത് അവിടുത്തെ മൂന്നാറിൻ്റെ തണുപ്പ് തന്നെയാണ് കാന്തല്ലൂരും. അപ്പോൾ ഇന്ന് നമ്മുടെ ടേസ്റ്റ് ഓഫ് കേരളയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ എന്താ ഉണ്ടാക്കി തരാൻ പോകുന്നത്? നമുക്ക് ഞങ്ങളൊരു ഫേമസ് കറി എന്ന് പറയുന്നത് മറയൂർ ചിക്കൻ കറിയാണ്. ശരി. ഈ മറയൂർ ചിക്കൻ കറി എന്ന് പേര് കൊടുക്കാൻ കാരണം ഇവിടെ ഉണ്ടാകുന്ന വെജിറ്റബിൾ, എല്ലാ വെറൈറ്റി വെജിറ്റബിൾ, സബോള, ഉള്ളി, ഉരുളക്കിഴങ്ങ്, കാബേജ്, പച്ചമുളക്, കാപ്സിക്ക, ഇങ്ങനെ ആ കറിക്ക് ഉപയോഗിക്കേണ്ട എല്ലാ സാധനങ്ങളും ഫ്രഷായിട്ട് കിട്ടും. അത് പർച്ചേസ് ചെയ്താണ് ഞങ്ങൾ ഈ സാധനം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് ഏറ്റവും നല്ല ഒരു ടേസ്റ്റാണ്. പിന്നെ ഒരു മറയൂരിൻ്റെ ശർക്കര കൊണ്ടുള്ള പായസം. ശരി. അപ്പം മറയൂരുമായിട്ട് ബന്ധമുള്ളതാണ്. അതെല്ലാം മറയൂരുമായിട്ട് ബന്ധമുള്ളതാണ്. ശരി. അപ്പോൾ ചന്ദന റെസിഡൻസിയിൽ ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് മറയൂർ ശർക്കര കൊണ്ടുണ്ടാക്കിയ നല്ല ശർക്കര പായസവും പിന്നെ മറയൂർ ചിക്കൻ കറി. അപ്പോൾ ഈ മറയൂർ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ട് ഇവിടെ നൂട് കഴിച്ചിട്ടേ ഇന്ന് പോകുന്നുള്ളൂ. നമ്മുടെ ഗോതയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. വളരെ മനോഹരമായ ഒരു സ്ഥലത്താണ്. കാരണം കിച്ചണിൽ തകൃതിയായിട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മനോഹരമായ ഒരു സ്ഥലത്ത് നമ്മൾ അടുക്കള ഇങ്ങോട്ട് മാറ്റി സെറ്റ് ചെയ്തിരിക്കുകയാണ്. സാർ നേരത്തെ പറഞ്ഞ പോലെ മറയൂർ ശർക്കര കൊണ്ട്, കാരണം ഉപ്പും കലർപ്പും ഇല്ലാത്ത ശർക്കരയാണ് മറയൂർ ശർക്കര. ആ മറയൂർ ശർക്കര കൊണ്ട് ഒരു ചെറുപയർ പരിപ്പിൻ്റെ പായസമാണ്. ഇവിടുത്തെ പുലിയാണ് ഇവിടുത്തെ എക്സിക്യൂട്ടീവ് ഷെഫ് ടിൻസ്. ടിൻസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഒരാൾ വന്നൊരു എന്തെങ്കിലും ഒരു സാധനം ഉദ്ദേശത്തിന് ഒരു പായസം കുടിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിൻസ് ഒരു 10 മിനിറ്റ് കൊണ്ട് പായസം റെഡിയാക്കി കൊടുക്കും. അതിന് വേണ്ടിയിട്ട് 1-ാം പാലും 2-ാം പാലും ഉണ്ട്, മറയൂരിൻ്റെ ശർക്കരയുണ്ട്, പിന്നെ ചെറുപയർ പരിപ്പുണ്ട്, ഏലക്കാപ്പൊടിയുണ്ട്, തേങ്ങ ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നെയ്യുണ്ട്, അണ്ടിപ്പരിപ്പുണ്ട്, മുന്തിരിയുണ്ട്. അപ്പം എത്രയും പെട്ടെന്ന് ഒരു പായസം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, അതിനാണ് ഞാൻ ടിൻസിൻ്റെ അടുത്ത് വന്നത്. ആയിക്കോട്ടെ, നമുക്ക് നോക്കാം. അപ്പം ചെറുപയർ പരിപ്പിൻ്റെ പായസം ഉണ്ടാക്കാൻ അറിഞ്ഞുകൂടാത്തവർ ശ്രദ്ധിക്കുക. എത്രയും പെട്ടെന്ന് ഈ പായസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ടിൻസ് നമ്മളെ പഠിപ്പിക്കുന്നത്. മറയൂർ ശർക്കരയുടെ ആണ് പ്രത്യേകത. ചെറുപയർ പരിപ്പ് പായസം സാധാരണ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം. പക്ഷേ ശർക്കരയാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ളത്. മറയൂർ ശർക്കരയാണ് സ്പെഷ്യൽ ഇവിടുത്തെ. അവരെല്ലാവരും ചോദിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് തുടങ്ങാം. അപ്പം നമുക്ക് നെയ്യ് ഒഴിച്ച്
അത് നന്നായിട്ട് തിളപ്പിച്ച് കഴിഞ്ഞു, തിളച്ച് അത് കുറുകി വന്നു. ഇനി ശർക്കരയാണ് ചേർക്കുന്നത്. അതെ, അത് മറയൂർ ശർക്കരയുടെ ഇവിടെ ഉണ്ട്. മറയൂർ ശർക്കരയുടെ പാനി കാച്ചിയതാണിത്. ഇത് അരിച്ചതല്ലേ? അരിച്ച ചേർക്കല്ലോ. നമുക്ക് ഫുള്ളായിട്ട് ചേർക്കണ്ട, നമ്മൾ മധുരത്തിനനുസരിച്ച് ഓക്കെ ചേർത്താൽ മതി. അപ്പോൾ മധുരം ചേർക്കുന്നത്, ശർക്കര ചേർക്കുന്നത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. അപ്പോൾ മധുരം കുറച്ച് മതി എന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. നമ്മളിപ്പോൾ അത്യാവശ്യം ചേർത്തിട്ടുണ്ട്. നല്ല മധുരം, പായസം കഴിക്കുമ്പോൾ എന്തായാലും മധുരത്തിൽ തന്നെ കഴിക്കണം, അതുകൊണ്ട് കുറച്ച് അധികം ചേർത്തിട്ടുണ്ട്. ഇനി ഇതും കുറുകിയതിന് ശേഷമാണ് ഒന്നാം പാല് ചേർക്കുന്നത് അല്ലേ? അപ്പോൾ ഇനി ഇത് ഏകദേശം വറ്റി വന്നല്ലേ? ഇനി വറ്റി വന്നു. ഇനിയിപ്പോൾ നമുക്ക് ഒന്നാം പാല് ചേർക്കാം. ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അധികം തിളയ്ക്കാൻ പാടില്ല എന്നാണ് അല്ലേ? അതെ. അപ്പോൾ ഇപ്പം നമ്മുടെ പായസമായി. ഇനിയിപ്പം ഗാർണിഷിങ്, പിന്നെ നമ്മുടെ ഏലക്കായും ചുക്കും പൊടിച്ചത് അതിടുന്നു. ഏലക്കായും ചുക്കും പൊടിച്ചത്? ഏലക്കായും ചുക്കും ടേസ്റ്റ് നോക്കിയിട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് ആയിരിക്കും മുമ്പിൽ വരുന്നത്. ഫ്രണ്ട് ഏലക്കായും ചുക്കും കൂടെ ചേർത്ത് പഞ്ചസാരയും കൂട്ടി പൊടിച്ചതാണ്. കാരണം അത് നന്നായിട്ട് പൊടിഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാരയും കൂടെ കൂട്ടി പൊടിക്കുന്നത്. അപ്പോൾ അത് ഒരു ചെറിയ സ്പൂണിൻ്റെ ഒരു ടീസ്പൂണിൻ്റെ പകുതി ഇട്ടാൽ മതി. കാരണം അത് കൂടുതലായി കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലേവർ ആയിപ്പോകും. ഇനി നമുക്ക് വാങ്ങി മാറ്റി വെക്കാം. അത് കഴിഞ്ഞിട്ട് അതിനുശേഷം അതിൻ്റെ മുകളിലാണ് ഗാർണിഷിങ്. അണ്ടി മുന്തിരി. ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അധികം വേവിക്കാൻ പാടില്ല. എന്ന് വെച്ചാൽ അതിനകത്ത് ഒരു തിള കാണുമ്പോൾ തന്നെ വാങ്ങി മാറ്റി വെക്കണം. നമ്മൾ അതിനകത്ത് ചുക്കും ഏലക്കായും പൊടിച്ചതും ചേർത്തു. ഇപ്പം നല്ല മണമൊക്കെ വരാൻ തുടങ്ങി. ഇനി ഇതിൻ്റെ മുകളിൽ ഗാർണിഷിംഗ് ഉണ്ട്. അത് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ വറുത്തിടുകയാണ്. തേങ്ങയുണ്ട് അല്ലേ? തേങ്ങ ഓക്കെ. ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത തേങ്ങയും അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ വറുത്ത് ശർക്കരയുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇതിന്റെ മണം കേട്ടിട്ടാണെങ്കിൽ നല്ല കൊതി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ആ പായസത്തിന്റെ മണം കേട്ട് അകത്തു നിന്ന് ആൾക്കാരൊക്കെ വന്നു അല്ലേ? മണം അവിടെ അടിച്ചു. ഓക്കെ. ഇത് സൈചേട്ടൻ, ചന്ദനയുടെ ഡയറക്ടർമാരിൽ ഒരാളാണ്. സൈചേട്ടനും ഫാമിലിയാണ്. അപ്പോൾ അവരെ കൊണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യിപ്പിച്ച് നോക്കാം. നമ്മൾ ഇത്രയും പേര് ടേസ്റ്റ് ചെയ്തുകൊണ്ട് നിന്നിട്ടും ടിൻസിന്റെ മുഖത്തിന് ഒരു വ്യത്യാസമില്ല. ടിൻസ് ഇങ്ങനെ കാരണം ടിൻസിന് ഗ്യാരണ്ടിയാ എല്ലാ ദിവസവും ഇതുപോലെയുള്ള മിക്കവാറും ദിവസങ്ങളിൽ ഇതുപോലെയുള്ള പായസം ഉണ്ടാക്കി പിന്നെ ബൊഫയുടെ കൂടെയൊക്കെ വിളമ്പിയിട്ട് വളരെ കോൺഫിഡന്റ് ആയിട്ടാണ് ടിൻസ് നിൽക്കുന്നത് അല്ലേ? ശരിക്കുള്ള ടേസ്റ്റ് കിട്ടിയിട്ടുണ്ടോ? ഉണ്ട്. എന്തായാലും എനിക്ക് മതിയായില്ല, ഞാൻ കുറച്ചുകൂടെ എടുക്കാം. ഞാൻ കുടിച്ചതിന് ശേഷം മതി. കുടിച്ചോട്ടെ. ഈ പായസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ മറയൂർ എന്ന് പറയുന്നത് നല്ല തണുപ്പാണ്. ആ നല്ല തണുപ്പുള്ള കാലാവസ്ഥയിൽ ഇച്ചിരി ചൂട് പായസം കിട്ടിക്കഴിഞ്ഞാൽ ആരായാലും കുടിച്ചു പോകും. ഒരു 5 ഗ്ലാസ്. അപ്പോൾ ഞാനിപ്പോൾ 2-3 ഗ്ലാസ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. ഈ സായിപ്പന്മാരൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ പായസങ്ങളൊക്കെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ടോ? തീർച്ചയായിട്ടും അവർ ചോദിക്കാറുണ്ട്, ഉണ്ടാക്കാറുണ്ട്. കാരണം ഇവിടെ മസാജ് സെന്ററിലും പിന്നെ റിസോർട്ടിലൊക്കെ ഒരുപാട് ഫോറിനേഴ്സ് വരുന്നുണ്ട്. അവർക്ക് ഉണ്ടാക്കി കൊടുക്കും. അവർ കുടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമതും ആവർത്തിച്ച് വാങ്ങിച്ച് കുടിക്കാറുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ തെറ്റല്ലല്ലോ. ഒരു 5 കപ്പെങ്കിലും ഈ തണുത്ത കാലാവസ്ഥയിൽ ഒരു 5 കപ്പെങ്കിലും കുടിച്ചിട്ട് പോകും. സൂപ്പർ. നമ്മുടെ അടുത്ത ഡിഷ് എന്ന് പറയുന്നത് ഒരു തട്ടുപൊളിപ്പൻ ഡിഷാണ് അല്ലേ? മറയൂർ ചിക്കൻ കറി. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചെറിയ ഉള്ളിയിലാണ് ഇത് ചെയ്യുന്നത്. പിന്നെ തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട്. മറയൂർ ശരിക്കും തമിഴ്നാട്ടുകാരാണ് കൂടുതലുള്ളത്, കേരളക്കാരെക്കാളും ഉപരി അല്ലേ? കുറച്ച് കൂടുതൽ തമിഴ്നാട്ടുകാരാണ്. എന്നാൽ പോലും
ഈ കേരളത്തിൻ്റെ ഒരു രുചി കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു ചിക്കൻ കറി കൊടുക്കുന്നത് അല്ലേ? അതെ അതെ തീർച്ചയായിട്ടും. എന്തായാലും ഇത് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഊണും കൂടെ കഴിച്ചിട്ട് അപ്പോൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് മുഴുവൻ ആയിക്കഴിഞ്ഞു. രണ്ടാം പാലിലാണ് ഇത് കിടന്ന് വേവുന്നത്. അപ്പോൾ തേങ്ങാപ്പാലിൽ കിടന്ന് വേവുന്നതിന് അത്രയും ടേസ്റ്റ് കൂടും. ഇനി ഒരു 10 മിനിറ്റോളം ഇത് വേവാനായിട്ട് എടുക്കും. നമ്മൾ നേരത്തെ 10 മിനിറ്റ് എന്നാണ് പറഞ്ഞത്. 10 മിനിറ്റ് അല്ല, തിരുത്തി പറയുന്നു, ഒരു 25 മിനിറ്റ്. ഒരു 25 മിനിറ്റ് നന്നായിട്ട് വെന്ത് കഴിഞ്ഞു. ഇനി ഇതുവരെ ഉപ്പിട്ടിട്ടില്ല, കാരണം അത് ടിൻസിൻ്റെ ഒരു സൂത്രമാണ്. സാധാരണ ഉപ്പൂടെ ഇട്ടിട്ടാണ് വേവിക്കുന്നത്. പക്ഷെ ഇതിന് ശേഷം, ഈ വെന്തതിന് ശേഷം ഉപ്പിടാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും എന്നാണ് ടിൻസ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഉപ്പിടാം. ഈ ഗരം മസാലയൊക്കെ ഇട്ട് കഴിഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് വർക്ക് ചെയ്യാനായിട്ടൊരു ചെറിയ പ്രയാസമുണ്ട്. കാരണം നല്ല കൺട്രോളുള്ള ആൾക്കേ ഇത് നിന്ന് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നേരത്തെ ഈ ചിക്കൻ കറിയുടെ കളറ് വെള്ള കളറായിരുന്നു, കാരണം തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് നമ്മൾ മൂടി വെച്ചത്. ഇപ്പോൾ ആ ഗ്രേവിയുടെ കളർ നന്നായിട്ട് മാറി വന്നു, ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കുറച്ചുകൂടെ മാറും അല്ലേ? ഇനി ഒന്നാം പാൽ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇനി ഒന്നാം പാൽ
ഇച്ചിരി വലിയ പീസായിട്ട് സ്ലൈസ് ചെയ്തിട്ടും അതിനുശേഷം വറ്റൽമുളക്. അപ്പോൾ ഇതിനകത്ത് എരിവിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്? കുരുമുളക് പൊടി ഒന്നുമില്ല അല്ലേ? ഇല്ലില്ല, ഗരം മസാലയിൽ ന്യായമായ സ്പൈസി ഉണ്ട്. ജാതിക്ക, ഗ്രാമ്പൂ, പട്ട. ഗരം മസാല നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്നു. ചെറിയ എരിവുണ്ടോ? അപ്പോൾ ആ ചെറിയ എരിവിലാണ് ഇത് ടേസ്റ്റ്. അതെ അതെ. ഇനി കറിവേപ്പില ഇടാം. പിന്നെ നമുക്ക് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് കുറച്ച് മുളക് പൊടി. ഇതിനകത്ത് മുളക് പൊടി ഇടും അല്ലേ? ഓക്കെ. കൂടുതൽ മൂക്കത്തുമില്ല. ഓക്കെ ഓക്കെ. മുളക് പൊടി അധികം മൂപ്പിക്കാനും പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ കടുക് വറുക്കുന്നതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇതിനകത്ത് കടുക് ഇട്ടതിന് ശേഷം നമ്മൾ സാധാരണ ചെറിയ ഉള്ളിയൊക്കെ സ്ലൈസ് ചെയ്തിടാറുണ്ട്. ഇതിനകത്തേക്ക് തേങ്ങയാണ് ഇച്ചിരി വലിയ പീസായിട്ട് സ്ലൈസ് ചെയ്തിട്ടത്. അതിനുശേഷം കറിവേപ്പില ഇട്ടു, പിന്നെ വറ്റൽമുളക് ഇട്ടു. ഏറ്റവും അവസാനം തീ ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് മുളക് പൊടി ഇട്ടു. അത് ഇവിടുത്തെ ഒരു സ്റ്റൈലാണെന്ന് തോന്നുന്നു അല്ലേ? മറയൂരിൻ്റെ സ്റ്റൈൽ. ഞാൻ 2 പ്രാവശ്യം ഉപ്പ് നോക്കിയ സമയത്ത് ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് മനസ്സിലായി. പക്ഷെ ഇതൊക്കെ കൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് കഴിച്ചു നോക്കാനായിട്ട് കൊതിയാവുന്നു. അത് മാത്രമല്ല നല്ല വിശപ്പും തുടങ്ങി. തേങ്ങയും വറ്റൽമുളകൊക്കെ മുകളിൽ വറുത്തിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല കളർഫുള്ളായി. അതാണ് കൊതിയും വിശപ്പും കൂടാൻ കൂടുതൽ കാരണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ടേസ്റ്റ് ചെയ്യുന്ന സമയത്തും ടിൻസിന് ടെൻഷനൊന്നുമില്ല. വെറും ഒരു ചെറിയ മൂളിപ്പാട്ടൊക്കെ പാടി അങ്ങനെ നിൽക്കുകയാണ്. സൂപ്പർ. ഞാൻ ആദ്യം തുടങ്ങിയപ്പോൾ പറഞ്ഞപ്പോൾ ആള് പുലിയാണെന്ന് പറഞ്ഞ് വെറുതെ സൂചിപ്പിക്കാൻ പറഞ്ഞു. പക്ഷെ ഇപ്പൊ ഉറപ്പിച്ച് പറയുന്നു പുലിയാണ്.